ഹലോ നമസ്കാരം. ഞാനിപ്പം നമ്മുടെ നടൻ ദിലീപിൻ്റെ ആ ഒരു സിനിമയെ സംബന്ധിച്ചുള്ള വിവാദത്തെക്കുറിച്ച് 1, 2 കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ മാത്രം ബേസ് ചെയ്തിട്ടല്ലല്ലോ ഒരു സിനിമ ഉണ്ടാകുന്നത്. ദിലീപ് നായകനാണ്. അതേസമയം തന്നെ നൂറുകണക്കിന് മറ്റ് അഭിനേതാക്കളും കൂടി ചേർന്നുള്ള ഒരു ടീമാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ദിലീപ് ഒരു കേസിൽ ഒരു കുറ്റക്കാരനായി. ശരിയാണ്. 8, 9 വർഷം അതിൻ്റെ പുറകെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ കടന്ന് ഈ അടുത്ത സമയത്ത് കോടതി ദിലീപിനെ കുറ്റക്കാരനല്ല കണ്ട് വെറുതെ വിട്ടതാണ്. പിന്നെ അതിന് പുറമേ ദിലീപിൻ്റെ ഒരു തൊഴിലാണ് സിനിമാഭിനയം എന്ന് പറയുന്നത്. ദിലീപ് മാത്രമല്ല, അതിൽ അഭിനയിക്കുന്ന മറ്റ് അഭിനേതാക്കളുടെയും ഒരുപാട് ടെക്നീഷ്യന്മാരുടെയും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് ഓരോ സിനിമയും. അപ്പം ദിലീപിൻ്റെ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഒരു സിനിമയെ നമ്മൾ തള്ളിക്കളയുക, ബഹിഷ്കരിക്കുക, അത് കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു നിയമ സംവിധാനം വെച്ചിട്ട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പോലീസ്, കോടതി എന്നിവയിലൂടെ ആ പ്രോസസ്സിലൂടെ പോയി കുറ്റക്കാരനെങ്കിൽ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനെയിരിക്കെ ബഹുമാനപ്പെട്ട കോടതി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുമ്പോൾ പിന്നെന്തുകൊണ്ടാണ് ഒരു പൊതുസമൂഹം ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സിനിമയെ മൊത്തത്തിൽ ബഹിഷ്കരിക്കുക എന്നൊക്കെ ചില ആളുകൾ, മുഴുവൻ ആളുകളുമല്ല, ചിലർ ചേർന്ന് നടത്തുന്ന ഒരു വിവാദം ഒരു അനാവശ്യവാദമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിയമവ്യവസ്ഥയിൽ ഒരാൾ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ അതിന് പുറകെ നടന്ന് അദ്ദേഹത്തെ ക്രൂശിക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലിലൂടെയാണ് ജീവിതമാർഗ്ഗമാണല്ലോ. അപ്പം അതും കൂടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇഷ്ടമുള്ളവർ ആ സിനിമ കാണുക, ഇഷ്ടപ്പെടാത്തവർ മാറി നിൽക്കുക എന്നുള്ളതാണ് ന്യായമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.